നമസ്തേ. നിങ്ങൾ അറിഞ്ഞുവോ, പാകിസ്ഥാനിൽ പട്ടാളക്കാർ കൂട്ടത്തോടെ രാജിവെക്കുകയാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ 5000-ലധികം പാകിസ്ഥാൻ സൈനികരും 250 ഓഫീസർമാരും രാജിവെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പേടിത്തൊണ്ടന്മാർ, ചതിയന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും പാകിസ്ഥാനിലെ പട്ടാളക്കാരും അവരുടെ ഭാര്യമാരുമാണെന്ന്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതത്തിന്റെ പ്രതികാര നടപടി ഭയന്ന് 5000-ലധികം പാകിസ്ഥാൻ സൈനികരും 250 ഓഫീസർമാരും രാജിവെച്ചതായാണ് പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സൈനികർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഭയത്തെയാണ് ഈ റെക്കോർഡ് എണ്ണം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സൈന്യത്തിന്റെ പ്രതികാര നടപടി സൈനിക രൂപത്തിൽ ഉണ്ടാകുമെന്ന ഭയമാണ് രാജിക്ക് കാരണമെന്നാണ് വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ പല അംഗങ്ങളും ഇത് മൊത്തത്തിലുള്ള പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് ഭയപ്പെടുന്നു. അംഗങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരായ കുടുംബങ്ങൾ ഗണ്യമായ എണ്ണം സൈനികരെയും ഓഫീസർമാരെയും രാജിവെക്കാൻ പ്രേരിപ്പിക്കുന്നു. ചില സൈനികർ ഇതിനകം സജീവമായ ഡ്യൂട്ടി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ രാജിവെക്കുന്ന പ്രക്രിയയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിലെ വഷളാകുന്ന പ്രതിസന്ധിയെ സൂചിപ്പിക്കുകയാണ്. 11ാം കോർപ്സിന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ ഉമർ ബുഖാരിയാണ് ഈ ആശങ്ക ഉയർത്തുന്നവരിൽ ഒരാൾ. സൈനികരുടെ മനോവീര്യം അതിവേഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് നൽകി ബുഖാരി പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറിന് ഒരു കത്തെഴുതിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പ്രവണത തുടർന്നാൽ ഇന്ത്യയുമായുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാൻ സൈന്യം പ്രതിരോധം നടത്തുക അസാധ്യമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കണ്ടില്ലേ, ഇതാണ് രാജ്യസ്നേഹമില്ലാതെ മതസ്നേഹം മാത്രം ഉണ്ടായാലുള്ള പ്രശ്നം. ഹിന്ദു രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥനയോടെ അവർക്ക് പ്രചോദനമായി അവരുടെ ഭാര്യമാർ സ്വഭവനങ്ങളിൽ കാത്തിരിക്കാറുണ്ട്. ചതിയും വഞ്ചനയും കാട്ടി, അതായത് സേനയുടെ മുന്നിൽ ആ രാജ്യക്കാരുടെ കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെയും പശുവിനെയും കെട്ടിവെക്കും. സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ, പശുവിനെ കൊല്ലാതിരിക്കണമെങ്കിൽ ആയുധം താഴെയിടാൻ പറയും. നമ്മൾ അഹിംസാവാദികളല്ലേ, ആയുധം താഴെ വയ്ക്കും. പിന്നെ യുദ്ധം ജയിച്ച ശത്രു സൈന്യം ആ രാജ്യത്തിൽ കയറി സ്ത്രീകളെ അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീകൾ ജൗഹർ, അതായത് അഗ്നികുണ്ഡത്തിൽ ചാടി ജീവൻ വെടിയുന്ന ചടങ്ങ്, ആ ആചാരം അനുഷ്ഠിച്ചിട്ടുണ്ടാകും. ഇവിടെ പാകിസ്ഥാനി ചീഫ് ഓഫ് സ്റ്റാഫായ ജനറൽ അസിം മുനീർ ആദ്യം ചെയ്തത് തന്റെ ഭാര്യയെയും മകളെയും UK-ലേക്കും കാനഡയിലേക്കും അയച്ച് അവരെ സുരക്ഷിതരാക്കി. നല്ല മതബോധം. ഇതുവരെ തങ്ങളെ ഊട്ടിയ പാകിസ്ഥാനെ വിട്ട് സ്വയം ഓടാൻ മതബോധമുള്ളവർക്ക് മാത്രമേ പറ്റൂ. അവസാനമായി ജനറൽ അസീം മുനീർ ഇക്കഴിഞ്ഞ ദിവസം പാക് മിലിറ്ററി കേഡറ്റുകൾക്ക് മുൻപാകെ കശ്മീർ പിടിച്ചടക്കുമെന്നും ഹിന്ദുക്കൾ വളരെ മോശക്കാരാണെന്നും ചിത്രീകരിച്ചിരുന്നു. അതിനുശേഷമാണ് പഹൽഗാമിൽ ഈ തീവ്രവാദ ആക്രമണം നടന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലെ കിഴക്കൻ പഞ്ചാബ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ഹബ്ബാണ്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ബിസിനസ്സും കൂടാതെ ആയുധ ബിസിനസ്സുമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആക്രമണത്തോടെ നിലയ്ക്കാൻ പോവുകയാണ്. ഇതിൽ പഞ്ചാബിലെ ജനങ്ങൾക്ക് ജനറൽ അസീം മുനീറിനോട് ദേഷ്യമുണ്ട്. കൂടാതെ ഇമ്രാൻഖാന്റെ പാർട്ടി ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നു. പണ്ടേ ദുർബല, കൂടാതെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ സിന്ധു നദീജല കരാറും റദ്ദു ചെയ്തു. എന്തായാലും മെയ് മാസം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ മുകളിൽ പറഞ്ഞ ഇവർ തന്നെ ഇവരെ ചവിട്ടിക്കൂട്ടിക്കൊള്ളും. അതുകൊണ്ടാണ് ജനറൽ അസീം മുനീർ ബങ്കറിന് പുറത്തിറങ്ങാത്തത്.